വിശദമായ വാർത്തകളിലേക്ക്. വിമർശനങ്ങൾക്കിടയിലും 63 സീറ്റുകളിൽ ജയിക്കാനുള്ള തന്ത്രവുമായി മുന്നോട്ടു പോകുകയാണ് വി.ഡി. സതീശൻ. പ്ലാൻ 63-ൽ കൂടുതൽ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കും. അതേസമയം പുനഃസംഘടനയിൽ ദീപാദാസ് മുൻഷി ഇന്നും നേതാക്കളുമായി ചർച്ച നടത്തും. സൂര്യഗായത്രിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സൂര്യ, എന്തായാലും ഈ സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ KPCCയിലെ പുനഃസംഘടനയും നേതൃമാറ്റവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അപ്പോഴും 63 സീറ്റ് എന്നുള്ള തന്ത്രവുമായി വി.ഡി. സതീശൻ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ദീപദാസ് മുൻഷി ഈ ചർച്ചയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്? വിവരങ്ങൾ. ഭദ്ര, ദീപദാസ് മുൻഷി ഇന്നും കേരളത്തിലുണ്ട്. നേതാക്കളുമായിട്ട് ചർച്ച നടത്തും. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ദീപദാസ് മുൻഷി നേതാക്കളുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം തേടുന്നത്. പുനഃസംഘടന അത് ആലോചനയിലുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നടപ്പാക്കണം എന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ അത്തരത്തിലൊരു ആലോചന ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യരുത്. കാരണം KPCC അധ്യക്ഷൻ K. സുധാകരനെ അടക്കം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് കോൺഗ്രസിന്റെ ആലോചനയിൽ ഉണ്ടെന്ന് അടക്കമുള്ള വാർത്തകൾ അത് പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത്തരം വാർത്തകൾക്ക് വഴി കൊടുക്കരുത് എന്നുള്ള ആവശ്യങ്ങൾ കൂടി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പുനഃസംഘടന അത് കോൺഗ്രസിന്റെ ആലോചനയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആരെയാണ് കൊണ്ടുവരേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ അഭിപ്രായങ്ങളാണ് നേതാക്കളിൽ നിന്ന് ഉൾപ്പെടെ തേടുന്നത് എന്നുള്ളതാണ്. അടൂർ പ്രകാശിന്റെ പേരുൾപ്പെടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വരുന്നു എന്നുള്ള ചർച്ചകൾ കൂടി ഈ സമയത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റ് പല പേരുകളും മറ്റ് യുവ നേതാക്കളുടെ അടക്കം പേരുകൾ, റോജി എം ജോണിന്റെ അടക്കം പേരുകൾ ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ അന്തിമമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ അത് നേതാക്കളുടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം തേടിക്കൊണ്ട് നടത്തേണ്ടതുണ്ട് എന്ന എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി നേരിട്ട് തന്നെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായം തേടുന്നത്. അഭിപ്രായത്തിന് ഒടുവിൽ നിർദ്ദേശിക്കുന്ന പേരായിരിക്കും ഒരുപക്ഷെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയകാര്യ സമിതിയിൽ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തന്നെയാണ്. സ്വന്തം നിലയിൽ പ്രതിപക്ഷ നേതാവ് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതടക്കമുള്ള വിമർശനങ്ങൾ അത് മുതിർന്ന നേതാക്കളിൽ നിന്നടക്കം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ കോൺഗ്രസുകാരുടെ അഭയ കേന്ദ്രമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്. പക്ഷേ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അത്തരത്തിലുള്ള അഭയ കേന്ദ്രം അല്ലാതായി മാറി കന്റോൺമെന്റ് ഹൗസ് എന്ന അതിരൂക്ഷമായ വിമർശനം ഉൾപ്പെടെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്തരത്തിൽ വിജയം കൈവരിക്കാം അല്ലെങ്കിൽ സീറ്റുകൾ എങ്ങനെ അധികമായി നേടാമെന്നടക്കമുള്ള ഒരു ചർച്ച വി.ഡി. സതീശൻ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നടത്തുന്ന സമയത്ത് അത് കണക്കുകൾ നിരത്തി സർവേ റിപ്പോർട്ട് അടക്കം പറഞ്ഞുകൊണ്ട് നടത്തുന്ന സമയത്ത് അത് മുഴുവിപ്പിക്കാൻ പോലും മറ്റ് നേതാക്കൾ അവസരം നൽകാത്ത ഘട്ടത്തിലേക്ക് വരെ രാഷ്ട്രീയകാര്യ സമിതി യോഗം കടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വിമർശനങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് വി.ഡി. സതീശന്റെ തീരുമാനം. പ്ലാൻ 63 എന്ന പദ്ധതിയുമായിട്ട് വി.ഡി. സതീശൻ മുന്നോട്ട് പോകുമ്പോൾ ഏത്